മകരവിളക്കിന്റെ അന്നായിരുന്നു നാത്തൂന്റെ മോന്റെ ഇരുമുടിയെ. അപ്പൊ ഇവിടെ മലയ്ക്ക് പോകുന്നെന്ന് പറയുമ്പോൾ ഉത്സവം പോലെയാണ്, ബന്ധുക്കളെല്ലാം വരും. അപ്പം മകരവിളക്കായത് കാരണം വീടിന്റെയൊക്കെ മുറ്റത്ത്, എല്ലാ വീടിന്റെ മുറ്റത്തും കോലം ഇട്ടിട്ടുണ്ട്. കോലം അല്ല, ഇവിടെ രംഗോലി എന്നാണ് പറയുന്നത്. എല്ലാ വീടിന്റെ മുറ്റവും മെഴുകി രംഗോലി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ സംക്രാന്തി ഹബ്ബ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ തലേ ദിവസമേ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നിലക്കടല, മധുരക്കിഴങ്ങ്, ഔരക്കായ് എന്ന് പറയുന്ന ഒരു തരം പയറ്, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് കരിമ്പ് മുറിച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് മത്തങ്ങയും ചെറുതായിട്ട് മുറിച്ച് ഈ രംഗോലിയുടെ മധ്യത്ത് പ്രസാദമായിട്ട് വെക്കും. അതുപോലെ തന്നെ ഈ പ്രസാദമായിട്ട് വയ്ക്കുന്നതിന്റെ ഒരു പങ്ക് പശുക്കൾക്ക് തീറ്റിക്കും. അതായത് വീടിന്റെ മുന്നേ പശുവിനെ കൊണ്ടുവന്നിട്ടോ ഇല്ലെങ്കിൽ പശു ഉള്ളിടത്ത് കൊണ്ടുപോയോ തീറ്റിക്കും. ചില ആൾക്കാർ വീടിനകത്ത് വിളിച്ച് പശുവിന് ആഹാരം കൊടുക്കുവേ. അപ്പൊ പശു വീടിനകത്ത് വന്നാലും നല്ലതെന്നാണ് പറയുന്നത്. അതായത് ലക്ഷണത്തെ വീടിനകത്തെ പശു വരത്തുള്ളൂ എന്നാണ് ഇവിടത്തെയൊക്കെ വിശ്വാസമേ. അല്ലാത്ത പശുവിന് ഇഷ്ടപ്പെടാത്ത വീട്ടിലൊന്നും പശു കയറത്തില്ല. അപ്പൊ ആ വീടിന് എന്തോ ദുശകുനമുള്ള വീടോ അങ്ങനെയൊക്കെ ഇവിടെ പല അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു രംഗോലി ഇട്ടേ. അപ്പൊ ഇരുമുടി അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പൊ എല്ലാരും അങ്ങോട്ട് പോവാണേ. తొందరగా రండి, టైం అయిపోయి రండి. അപ്പൊ കെട്ടുമുറുക്ക് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ ഇന്ന് മകരവിളക്കായത് കാരണം തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് മലയ്ക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തില്. അപ്പൊ ഇനി അയ്യപ്പസ്വാമിയെ സങ്കല്പിച്ച് പൂമാല ഇടുന്ന ചടങ്ങാണ് ഇപ്പൊ നടക്കുന്നത്. വരുന്ന ആൾക്കാരെല്ലാം തന്നെ പൂമാല ഇടും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് സദ്യ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിലാണ് സദ്യ കൊണ്ടുവരുന്നത്. അതിന് അളവൊന്നുമില്ല, അവരവരെ കൊണ്ട് ആവുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സദ്യ കഴിച്ചു. അപ്പൊ ഇനി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കാണ്. അപ്പൊ ഞാൻ ഈ രീതിയിലുള്ള കെട്ടുമുറുക്കലൊക്കെ കാണുന്നത് ഇവിടെ വന്നേ പിന്നെയാണ്. നമ്മുടെ കേരളത്തില് ഇതുപോലെയൊന്നും അല്ലാന്ന് തോന്നുന്നു. കുറെ നാളായിട്ടുണ്ട് ഇരുമുടിയൊക്കെ കണ്ടിട്ട്. അഭിപ്രായം പറയണേ.